ആദ്യം കോൺഗ്രസ് നേതാവ് അഡ്വക്കേറ്റ് അനിൽ ബോസ്, ഇന്ത്യ സഖ്യത്തിന് ഒരു ശില്പി അതല്ലെങ്കിൽ ഒരു ആർക്കിടെക്ട്, അങ്ങനെ ഒരു പദം ആർക്കെങ്കിലും കൊടുക്കാമെങ്കിൽ അത് കൊടുക്കാൻ കഴിയുന്ന ആള് നിതീഷാണ്. മമതയെയും ആപ്പിനെയും എല്ലാം സഖ്യത്തിലേക്ക് കൊണ്ടുവരാനുള്ള നീക്കങ്ങൾ നടത്തിയത്, ചർച്ചകൾ നടത്തിയത്, ഇതിനെല്ലാം തുടക്കമിട്ട ഒരാളാണ് നിതീഷ്. ആ നിതീഷാണ് വീണ്ടും മറുകണ്ഠം ചാടിയിരിക്കുന്നത്. ബീഹാറിൽ അവസാനിച്ചോ ഇന്ത്യ മുന്നണി? ഇന്ത്യ മുന്നണി മുൻകാലത്തിൽ നിന്ന് വ്യത്യസ്തമായി ഒരു പുതിയ മൂവ്മെൻറ്റിൻ്റെ ഭാഗമായിട്ട് ആരംഭിച്ച ഒരു കൂട്ടായ്മയാണ്. പരസ്പരം യോജിക്കാതിരുന്ന, വാശിയോടുകൂടി മത്സരിച്ചിരുന്ന പല കക്ഷികളും ചേർന്നാണ് ഒരു മുന്നണിക്ക് രൂപം നൽകുന്നതിന് തീരുമാനിച്ചത്. ഇന്നത്തെ ഇന്ത്യൻ രാഷ്ട്രീയ സാഹചര്യമാണ് അത്തരമൊരു കൂടിച്ചേരലിന് വഴിയൊരുക്കിയത് എന്ന് നമുക്കറിയാം. അതിൻ്റെ അകത്ത് ഒരുപാട് കക്ഷികൾ വന്നു. കോൺഗ്രസ് പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം സംഘപരിവാർ ശക്തികൾ അധികാരം ഏറ്റെടുത്തതിന് ശേഷമുള്ള ഈ 9 വർഷക്കാലം അല്ലെങ്കിൽ 9.25 വർഷക്കാലം, ഈ കാലത്തിനിടയിൽ കോൺഗ്രസ് ഒരു തിരിച്ചുവരവിന് വലിയ പരിശ്രമം നടത്തുന്ന ഒരു കാലഘട്ടമാണ്. ഞങ്ങളതിൽ ഏറ്റവും പ്രസക്തമായി മുന്നോട്ട് വെച്ച രാജ്യത്തെ ഒന്നിപ്പിക്കുന്ന രാഷ്ട്രീയം, വെറുപ്പിനെതിരായ സ്നേഹത്തിൻ്റെ രാഷ്ട്രീയം, ശരിയുടെ രാഷ്ട്രീയമാണ്. അതിനുവേണ്ടി ഞങ്ങൾ ശരിക്കും പറഞ്ഞാൽ ഒരു സീറോയിൽ നിന്ന് തുടങ്ങുന്ന നിലയിലുള്ളൊരു പ്രവർത്തനമാണ് കഴിഞ്ഞ കുറച്ച് കാലങ്ങളായി ചിട്ടപ്പെടുത്തി വരുന്നത്. അങ്ങനെ ചിട്ടപ്പെടുത്തുന്നതിൻ്റെ ഭാഗമായി ഒരു തിരിച്ചുവരവിന് കോൺഗ്രസിൻ്റെ സാന്നിധ്യം, കോൺഗ്രസിൻ്റെ പ്രസക്തി രാജ്യത്തെ ബോധ്യപ്പെടുത്തുന്ന ഒരു പോരാട്ടമായിരുന്നു ഭാരത് ജോഡോ യാത്ര. ആ ഭാരത് ജോഡോ യാത്ര തീരുമാനിച്ചത് കോൺഗ്രസ് പാർട്ടിയാണ്, നയിച്ചത് കോൺഗ്രസ് നേതാവാണ്. ആ ഒരു പോരാട്ടം തുടങ്ങുമ്പോൾ കോൺഗ്രസ് പാർട്ടി ഒറ്റയ്ക്കാണ് തുടങ്ങിയത്. അത് കാശ്മീരിൽ അവസാനിക്കുമ്പോൾ 4080 കിലോമീറ്റർ, 150 ദിവസങ്ങൾ, 5 മാസക്കാലത്തെ പ്രയാണം പൂർത്തിയാകുമ്പോൾ ലക്ഷോപലക്ഷം ആളുകളോട് സംവദിച്ച് ഞങ്ങൾ കടന്നുപോയപ്പോൾ കേരളത്തിൽ തന്നെ ഞങ്ങളെ എതിർക്കുന്ന മുന്നണിയിലെ രണ്ടാമത്തെ കക്ഷിയായ CPI, അതിൻ്റെ പ്രതിനിധികൾ, മൂന്നാമത്തെ കക്ഷി എന്ന് ഒരുപക്ഷെ വിശേഷിപ്പിക്കാൻ കഴിയുന്ന NCP, അതിൻ്റെ കക്ഷിയിലെ നേതാക്കൾ സുപ്രിയ സുലെയെ പോലുള്ളവർ, പിന്നെ D രാജയെ പോലുള്ളവർ, അങ്ങനെ 11ഓളം പാർട്ടികൾ കോൺഗ്രസിൻ്റെ ഈ പോരാട്ടത്തിൻ്റെ വേദിയിലേക്ക് കടന്നു വന്നു. കാരണം രാജ്യം അത് ആഗ്രഹിക്കുന്നു. ഒരു ഫാസിസ്റ്റ് രാഷ്ട്രീയത്തിനെതിരായ ഒരു പ്ലാറ്റ്ഫോം ഉയർന്നു വരണം. അതിന് കോൺഗ്രസ് എടുത്ത എഫർട്ടിനെ 11ഓളം രാഷ്ട്രീയ പാർട്ടികൾ അന്ന് പിന്തുണച്ചു. അവിടെ നിന്നുമാണ് ഇന്ത്യ സഖ്യം എന്ന ചിന്തയിലേക്ക് ഞങ്ങൾ വരുന്നത്. ആ വന്നു. പിന്നീട് 26 പാർട്ടികളാണ് ഒന്നിനു പുറകെ ഒന്നായി വന്നത്. ഇന്ത്യ ഭരിക്കുന്ന 38 പാർട്ടികളുള്ള BJP ദേശീയ ജനാധിപത്യ സഖ്യത്തിൽ നിന്നും 4 കക്ഷികൾ വന്നു. അതിലൊന്നായിരുന്നു നിതീഷ് കുമാർ. നിതീഷ് കുമാർ ആ മുന്നണിയുടെ കൺവീനറായിരുന്നു. ഒരു പൊതു തെരഞ്ഞെടുപ്പിൽ ഞങ്ങളോടൊപ്പം മുന്നണി ഉണ്ടാക്കി മത്സരിച്ച് ജയിച്ച് സത്യപ്രതിജ്ഞ ചെയ്യുന്ന സന്ദർഭത്തിൽ മുന്നണി മാറി ഇതിനു മുമ്പ് തന്നെ BJPയോട് ചേർന്ന് മുഖ്യമന്ത്രിയായി, എന്നാൽ ഓട്ടോമാറ്റിക്കായിട്ട് മുഖ്യമന്ത്രിയാകാൻ അവസരമുണ്ടായിരിക്കെ ഞങ്ങളെ വിട്ടിട്ട് പോയി മുഖ്യമന്ത്രിയായ ആളാണ്. ഒരു പക്ഷേ അദ്ദേഹം വിഭാവനം ചെയ്യുന്ന കേന്ദ്ര സർക്കാരിൻ്റെ സഹായം കിട്ടിയാൽ ആ സംസ്ഥാനത്തിൻ്റെ പുരോഗതിക്ക് വേണ്ടി എടുത്തൊരു സമീപനമാണ് എന്നാണ് ഞങ്ങൾ അന്ന് ധരിച്ചത്. സ്വാഭാവികമായി അങ്ങനെ ചെയ്താൽ ഒരു പക്ഷേ ബീഹാറുകാരെങ്കിലും കുറ്റം പറയില്ല, കോൺഗ്രസ്സുകാരെ ഞങ്ങൾ കുറ്റം പറയുമായിരിക്കാം. പക്ഷെ പിന്നീട് നമ്മൾ കാണുന്നത് കേന്ദ്ര ഗവൺമെൻറ് ഭാഗമായി കേന്ദ്രമന്ത്രിയാകുന്നു, പിന്നെ വന്ന് വീണ്ടും മുഖ്യമന്ത്രിയാകുന്നു. ആ മുഖ്യമന്ത്രിയാകുന്നതിന് അവസരമൊരുക്കിയ കക്ഷിയിൽ നിന്ന് പിന്നെ മറുകണ്ഠം ചാടി പ്രതിപക്ഷത്തേക്ക് വരികയാണ്. അപ്പം ഞാൻ ചോദിക്കുന്നത്, ഒരു ദേശീയ ജനാധിപത്യ സഖ്യത്തിൻ്റെ ഭാഗമായി കൺവീനറായി, കേന്ദ്രമന്ത്രിയായി, അവർ തന്നെ ഞങ്ങൾ ജയിപ്പിച്ചിട്ടും അവരുടെ പിൻബലത്തിൽ പിന്നീട് രാജിവെച്ച് പോയി മുഖ്യമന്ത്രിയായി, വീണ്ടും വന്ന് മുഖ്യമന്ത്രിയാകുന്നു. ആ മുഖ്യമന്ത്രിയാകാൻ അവസരം കൊടുത്ത ദേശീയ ജനാധിപത്യ സഖ്യത്തെ തള്ളിപ്പറഞ്ഞുകൊണ്ട് കേന്ദ്രത്തിലെ ഫാസിസ്റ്റ് ഭരണകൂടത്തോടൊപ്പം ചേർന്ന് പ്രവർത്തിച്ച കാലയളവിൽ അദ്ദേഹം അനുഭവിച്ച തിക്താനുഭവങ്ങൾ ഒരുപക്ഷെ സംഘപരിവാറുമാരുമായി വേദി പങ്കിട്ടപ്പോഴായിരിക്കാം അദ്ദേഹത്തിന് അത് ബോധ്യം വന്നത് എന്ന് ഞങ്ങൾ കരുതി. അദ്ദേഹം വിട്ടുവന്നു, വീണ്ടും ഇവിടെ മുഖ്യമന്ത്രിയാവുന്നു. മുഖ്യമന്ത്രിയുമായി തുടരവേ ഇപ്പോൾ രാജിവെച്ച് വീണ്ടും BJPയിലേക്ക് പോകുന്നു. അപ്പോൾ ഈ രാജിവെച്ച് ഇങ്ങോട്ട് വരികയും ഒരു പ്രതിപക്ഷത്തിൻ്റെ പ്രവർത്തനങ്ങൾക്ക് കോൺഗ്രസുമായും മറ്റു പാർട്ടികളുമായും സഹകരിക്കുകയും ചെയ്തപ്പോൾ നിതീഷ് കുമാർ നിങ്ങൾ വിചാരിക്കുന്നത് പോലെ ഒരു സോഷ്യൽ എഞ്ചിനീയർ എന്നുള്ള നിലയിൽ അല്ലെങ്കിൽ പൊളിറ്റിക്കൽ പാർട്ടികളുടെ കോർഡിനേഷന് വേണ്ടി സ്വയം എഫർട്ട് എടുത്ത് പോയി എന്നൊരു ധാരണയൊന്നും നിങ്ങൾക്ക് വേണ്ട. അതൊക്കെ തെറ്റായ ധാരണയാണ്. കോൺഗ്രസ് പ്രസിഡന്റ് ആരാധ്യനായ ശ്രീ മല്ലികാർജുൻ ഖാർഗെയും അതോടൊപ്പം തന്നെ ശ്രീ രാഹുൽ ഗാന്ധി അടക്കമുള്ള ആളുകളുമായിട്ട് ആശയവിനിമയം നടത്തിയിട്ടാണ് ഒരുപക്ഷെ രാഹുൽ ഗാന്ധിയോടോ
കോൺഗ്രസ് പാർട്ടിയോടോ യോജിക്കാൻ കഴിയാത്ത പാർട്ടികളുമായി സംസാരിക്കാൻ പറ്റുന്ന കോൺഗ്രസ് അല്ലാത്ത മറ്റൊരാളെ ഉപയോഗിക്കണം എന്നുള്ളതുകൊണ്ട് കോൺഗ്രസുമായി ആലോചിച്ചതിൻ്റെ അടിസ്ഥാനത്തിലാണ് നിതീഷ് കുമാറിനെയും ഒപ്പം തേജസ്വി യാദവിനെയും അത്തരം ചർച്ചകൾക്ക് ചുമതലപ്പെടുത്തിയത്. അല്ലാതെ നിതീഷ് കുമാർ ഇങ്ങോട്ട് വന്നിട്ട് ഇതിനെ മൊത്തം കുത്തകപ്പാട്ടം എടുത്തുകൊണ്ട് വന്നതൊന്നുമല്ല. അങ്ങനൊരു ധാരണ നിങ്ങൾക്ക് വേണ്ട. പക്ഷേ അദ്ദേഹം അരവിന്ദ് കേജ്രിവാളുമായി സംസാരിച്ചു, ഞങ്ങൾ അംഗീകരിക്കുന്നു. മമതയുമായി സംസാരിച്ചു, അവസരങ്ങളുള്ളത് മാറ്റണം, പ്രതിപക്ഷത്തിൻ്റെ പ്രസക്തി ചൂണ്ടിക്കാണിച്ചു, സംഘപരിവാറിൻ്റെ രാഷ്ട്രീയത്തിൻ്റെ അപകടം ചൂണ്ടിക്കാണിച്ചു. കൂടെ കിടക്കുന്നവനല്ലേ രാപ്പനി അറിയത്തുള്ളൂ. അപ്പോൾ ആ രാപ്പനിയുടെ തിരിച്ചറിവിലാണ് എന്ന് കരുതി ഞങ്ങൾ ആദ്യം അദ്ദേഹത്തെ വിശ്വാസത്തിലെടുത്തു. ആ വിശ്വാസത്തിലെടുത്തതിന് ശേഷം അദ്ദേഹത്തിൻ്റെ ഗെയിം സ്വാഭാവികമായും അദ്ദേഹം ഒരു പാർട്ടിയുടെ നേതാവെന്നുള്ള നിലയിൽ, ഒരു മുന്നണിയുടെ കൺവീനറായി ആ മുന്നണിയെ തള്ളിപ്പറഞ്ഞ് വരുന്ന ഒരാളെന്നുള്ള നിലയിൽ, മുഖ്യമന്ത്രി ആയിരിക്കുന്ന ഒരാളെന്നുള്ള നിലയിൽ അദ്ദേഹത്തിൻ്റെ പൊളിറ്റിക്കൽ അംബീഷൻ എന്ന് പറയുന്നത് വ്യത്യസ്തമാവും. പ്രധാനമന്ത്രിയാകണമെന്ന് കാണാം, മുന്നണി ചെയർമാനാകണമെന്ന് കാണാം, കൺവീനർ ആകണമെന്ന് കാണാം. ഇത്തരം ആഗ്രഹങ്ങൾ മനസ്സിൽ വെച്ചുകൊണ്ട് കൂടിയാവും. അത് ഒരാൾ മാത്രമല്ല. താങ്കൾ പറഞ്ഞു വരുന്നത് ഓരോ തവണ 1-2 തവണയല്ല 4-5 തവണ മറുകണ്ഠം ചാടിയ ഒരു നേതാവ് അങ്ങനെ കാണിക്കുന്നതെല്ലാം പ്രത്യയശാസ്ത്രപരമായിട്ടാണ്, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കാരണത്തിന്റെ അടിസ്ഥാനത്തിലാണ്. അത് അധികാരമോഹം എന്നുള്ള ഒരു കാരണമല്ല, മറ്റെന്തെങ്കിലും രാഷ്ട്രീയപരമായിട്ടുള്ള ആ രീതിയിലുള്ള ന്യായീകരിക്കാവുന്ന ഒരു കാരണത്തിന് പുറത്താണെന്ന് കോൺഗ്രസ് എന്ന പാർട്ടി ധരിച്ചു വശായി. അതുകൊണ്ട് അദ്ദേഹത്തെ വീണ്ടും, നിതീഷ് കുമാറിനെ വീണ്ടും ഇന്ത്യ മുന്നണിക്കൊപ്പം കൂട്ടി എന്നാണ് താങ്കൾ പറയുന്നത്. എനിക്ക് പറഞ്ഞു മനസ്സിലാകുന്നത് ഖാർഗെ പറയുന്നത് നേരത്തെ അറിയാമായിരുന്നു, നിതീഷ് പോകുമായിരുന്നു. ആയാറാം കയറാൻ പോലെയുള്ള ആളുകൾ, ആയാറാം കയറാൻ പോലെയുള്ള ആളുകൾ രാജ്യത്ത് ഇഷ്ടം പോലെയുണ്ട്. അതിലൊന്നാണ് നിതീഷ്. ഇത് നേരത്തെ അറിയാമായിരുന്നു, അത് പുറത്തു പറഞ്ഞില്ല. സഖ്യത്തിന്റെ ഭാവിയെ കരുതി പുറത്തു പറഞ്ഞില്ല എന്നാണ്. അതുകൊണ്ട് കടിച്ചു തൂങ്ങിക്കിടന്നു കോൺഗ്രസ് ഇതിനകത്ത് എന്നാണോ? എന്ന അപർണയുടെ അഭിപ്രായമാണ്, എൻ്റെ അഭിപ്രായമല്ല. ഞാൻ പറഞ്ഞത് ഞങ്ങളോടൊപ്പം മുന്നണിയായി നിന്ന് മത്സരിച്ച് ജയിച്ച് മുഖ്യമന്ത്രിയാകാൻ അവസരം കിട്ടിയിട്ട് ആ മുന്നണിയെ തകർത്ത് കേന്ദ്ര സർക്കാരിൻ്റെ ഭാഗമായി മാറുമ്പോൾ ഒരു പക്ഷേ അദ്ദേഹത്തിന് ബീഹാറിലെ ജനങ്ങളോട് ന്യായീകരിക്കാൻ കഴിയും. ബീഹാർ ജനതയുടെ വികസനത്തിന് വേണ്ടിയാണ് എന്ന് അദ്ദേഹത്തിന് പറയാൻ കഴിയും എന്നാണ് ഞാൻ പറഞ്ഞത്. നിങ്ങളത് കേട്ടതിൻ്റെ കുഴപ്പമാണ്. പക്ഷെ ഞങ്ങൾക്ക് ഇങ്ങനെ ഒരു സ്ഥിതിയിലേക്ക് കാര്യങ്ങൾ പോകുമെന്ന് ഒട്ടും തിരിച്ചറിയാൻ കഴിയാത്ത വിധമായിരുന്നു കോൺഗ്രസുകാർ. അതായത് നിതീഷ് കുമാർ എന്ന് പറയുന്ന ഒരാള് നേരത്തെ പറഞ്ഞതുപോലെ കൂടുവിട്ട് കൂടുമാറ്റം 1 തവണയല്ല 2 തവണയല്ല 3 തവണയല്ല അതിലേറെ നടത്തിയ ഒരു നേതാവിനെ കൂടെ കൂട്ടുമ്പോൾ ഇങ്ങനെ ഒരു സ്ഥിതി ഉണ്ടാവുകയില്ല. തെരഞ്ഞെടുപ്പിന് മുൻപ് ഒരു മുന്നണിയുടെ പ്രതിച്ഛായ തകർക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ പോകുകയില്ല എന്ന് ധരിച്ചു വശായിരുന്നു കോൺഗ്രസ്, ഇന്ത്യ മുന്നണി, അല്ലേ? ഇല്ല, അപർണയ്ക്ക് അങ്ങനെ ഒരു അഭിപ്രായം ഉണ്ടെങ്കിൽ അപർണയ്ക്ക് കിട്ടുന്ന സന്ദർഭത്തിൽ അത് പറഞ്ഞു. എനിക്ക് വിരോധമില്ല, എനിക്ക് തർക്കിച്ച് നമ്മൾ തമ്മിൽ മത്സരിച്ച് പിണങ്ങേണ്ട കാര്യമില്ലല്ലോ. അപ്പം ഞാനതല്ല പറയുന്നത്. അപ്പം സ്വാഭാവികമായും അങ്ങനൊരു കേന്ദ്ര സർക്കാരിൻ്റെ ഭാഗമായി നിന്ന് എല്ലാ സുഖസൗകര്യങ്ങളും അനുഭവിച്ച ഒരാൾ, അദ്ദേഹം സോഷ്യലിസ്റ്റാണെന്നാണല്ലോ പറയുന്നത്. സോഷ്യലിസ്റ്റ് രാഷ്ട്രീയ അടിത്തറയിൽ നിൽക്കുന്ന ഒരു പാർട്ടിക്ക് എങ്ങനെ സംഘപരിവാറുകാരുമായി യോജിക്കാൻ കഴിയുമെന്ന് ചോദിച്ചാൽ അതിനൊന്നും ഉത്തരം പറയാൻ അദ്ദേഹത്തിനോ അദ്ദേഹത്തിൻ്റെ പാർട്ടിക്കോ കഴിയില്ല. പക്ഷേ ഞാൻ പറഞ്ഞത് ഒരു കേന്ദ്ര സർക്കാരിൻ്റെ സഹായം കിട്ടുമെന്ന് ന്യായീകരിക്കാൻ കഴിയും എന്ന് ചൂണ്ടിക്കാണിച്ചാവും അദ്ദേഹം നിലപാടെടുത്തതെന്ന് അദ്ദേഹം പറഞ്ഞാൽ അതിനെ ഒരുപക്ഷെ ബീഹാർ ജനതയിൽ കുറച്ചുപേർ വിശ്വസിച്ചേക്കും. പക്ഷെ പിന്നീട് ഒരു സന്ദർഭത്തിൽ അതേ സർക്കാരിനെ വിമർശിച്ചുകൊണ്ട് പുറത്തേക്ക് വരുമ്പോൾ ഞാൻ അതാണ് പറഞ്ഞത്, കോൺഗ്രസ് ഒറ്റയ്ക്ക് തുടങ്ങി 11 പാർട്ടിയിലെത്തിയ ഒരു പോരാട്ടത്തിൻ്റെ നടുവിൽ നിൽക്കുമ്പോൾ ഒരു പ്രതീക്ഷ രാജ്യത്തെ ജനങ്ങൾക്ക് കോൺഗ്രസ് ഒരു തിരിച്ചു വരുന്നു എന്ന ഫലസൂചന ഉണ്ടാകുമ്പോൾ ആ സൂചനയുടെ ആ മുഖത്ത് നിൽക്കുമ്പോഴാണ് നിതീഷ് കുമാറോ മറ്റു പാർട്ടികളോ ഒക്കെ പ്ലാറ്റ്ഫോമിലേക്ക് വരാൻ തയ്യാറാകുന്നത്. ആ വരുന്ന ആളുകൾ എന്തുകൊണ്ടാണ് വരുന്നത്? എങ്ങനെയാണ്? നമ്മൾ ചക്കമാങ്ങയൊന്നും അല്ലല്ലോ നമുക്ക് തുന്നിച്ചു നോക്കാനായിട്ട്. ഒരു സുഖസൗകര്യങ്ങളുള്ള ഏകപക്ഷീയമായ ഭൂരിപക്ഷമുള്ള ഒരു മുന്നണിയെ തള്ളിപ്പറഞ്ഞുകൊണ്ട് പ്രബലനായ ഒരു നേതാവ് പുറത്തേക്ക് വരുമ്പോൾ അതിന് തക്കതായ റീസൺ ഉണ്ടാവും. അപ്പോൾ അത് മോണിറ്റർ ചെയ്യുക എന്ന് പറയുന്ന മറ്റു പാർട്ടികളുടെ ഡ്യൂട്ടിയാണ്. അപ്പോൾ മുന്നണി സംവിധാനത്തിൽ വന്നു, നമുക്ക് ഒന്നിച്ച് പ്രവർത്തിക്കാമെന്ന് പറഞ്ഞു, നമ്മൾ അങ്ങനെ ഒന്നിച്ച് കാര്യങ്ങൾ ചർച്ച ചെയ്തു. അതിൻ്റെ ഭാഗമായി ചില മിഷനുകൾ അദ്ദേഹം ഏറ്റെടുത്തു, പല ആളുകളുമായി ചർച്ച ചെയ്തു. 1, 2, 3, 4 യോഗങ്ങൾ തുടർന്നു. ആ യോഗങ്ങളെല്ലാം മുന്നോട്ട് പോകുമ്പോൾ ഒരു ഘട്ടത്തിൽ പോലും അദ്ദേഹം അഭിപ്രായ വ്യത്യാസമൊന്നും പരസ്യമായി പറഞ്ഞില്ല. ഒറ്റ വരി കൂടി പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം. അപ്പോൾ അദ്ദേഹത്തിന് ഒരുപക്ഷെ കൺവീനർ സ്ഥാനമോ ചെയർമാൻ സ്ഥാനമോ ഒക്കെ ലക്ഷ്യമുണ്ടാവണം. സീറ്റ് ഷെയറിങ്ങിനെ സംബന്ധിച്ച് അദ്ദേഹത്തിന് വ്യത്യസ്തമായ കാഴ്ചപ്പാടുകൾ ഉണ്ടാവണം. ഇതൊക്കെ ഉണ്ടാകുമായിരിക്കാം. പക്ഷെ അവിടെയും കോൺഗ്രസ് വളരെ ജാഗ്രതാണ്.
ഈ ചർച്ചയിൽ പങ്കെടുക്കുന്ന ആരൊക്കെ ഏതൊക്കെ രീതിയിൽ വ്യാഖ്യാനിക്കാൻ ശ്രമിച്ചാലും കോൺഗ്രസ് ഇതിൻ്റെ അകത്ത് ഓരോ പാർട്ടികളെ സംബന്ധിച്ച് വ്യക്തമായ നിലപാടുണ്ട്. അതിനെ സംബന്ധിച്ച് ചർച്ച ചെയ്ത് തന്നെ ഇന്നലെ വരെ യോജിക്കാത്ത പ്രത്യയശാസ്ത്രങ്ങൾ യോജിക്കുമ്പോഴും നേതാക്കൾ ഒരു നാഴി ഇറങ്ങത്തില്ല എന്ന് പറയുമ്പോഴും വളരെ കൃത്യമായ നിരീക്ഷണത്തോടു കൂടിയാണ് ഓരോ പാർട്ടികളും അവരുടെ വ്യക്തിത്വം നിലനിർത്താൻ ശ്രമിക്കുന്നത്. ബാർഗൈനിങ് ഉണ്ടാവും, വ്യത്യസ്തമായ നിർദ്ദേശങ്ങൾ ഉണ്ടാവും, പരസ്പര മത്സരം ഉണ്ടാവും. ഇല്ലല്ലോ ശ്രീ അനിൽ ബോസ്, ബാർഗൈനിങ് ബീഹാറിൽ അവസാനിച്ചു. ആ ചാപ്റ്റർ ബീഹാറിലെ ചാപ്റ്റർ മാത്രമല്ലല്ലോ ഇന്ത്യ. ബീഹാർ മാത്രമല്ലെന്ന് ഇന്ത്യ എന്ന് പറയുന്നത്. നിങ്ങൾ അങ്ങനെ തെറ്റായി ധരിക്കാതെ. ബീഹാറിലെ 543 സീറ്റിൽ 40 സീറ്റ് മാത്രമുള്ള ബീഹാറാണോ ഇന്ത്യ? നിങ്ങൾ അങ്ങനെയാണോ വ്യാഖ്യാനിക്കാൻ? അല്ലല്ല, നമുക്കിനി പശ്ചിമ ബംഗാൾ, പഞ്ചാബ് ഒക്കെ വേറെ ഉണ്ട്. നമുക്ക് അതിലേക്ക് കടക്കാം. അത് മാത്രമല്ല, ഞാൻ പറയട്ടെ, 26 പാർട്ടികളിൽ ഒരു പാർട്ടിയോ 2 പാർട്ടിയോ 3 പാർട്ടിയോ മറിച്ചൊരു നിലപാടോ വ്യത്യസ്തമായിട്ടുള്ള ബാർഗൈനിങ് പൊളിറ്റിക്സുമായിട്ട് വരട്ടെ എന്ന്. അതൊക്കെ മുന്നണി രാഷ്ട്രീയത്തിൽ സ്വാഭാവികമല്ലേ? ഇപ്പോഴും ഈ നടക്കാൻ പോകുന്ന പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ ഞങ്ങൾ കേരളത്തിൽ കോൺഗ്രസ് നേതൃത്വം നൽകുന്ന UDF ആണല്ലോ. അതിൽ പല കക്ഷികളും ഞങ്ങളോട് സീറ്റ് ഡിമാൻഡ് ചെയ്യുമല്ലോ, തർക്കം പറയുമല്ലോ. അതിനർത്ഥം മുന്നണി കലങ്ങിയെന്നാണോ? അല്ലെങ്കിൽ ഏതെങ്കിലും ഒരാൾ പിണങ്ങി പിരിഞ്ഞു പോയാൽ, അല്ലെങ്കിൽ കൂടുതൽ അവസരങ്ങൾ തേടിപ്പോയാൽ ആ മുന്നണി അപ്പോൾ ഇന്ത്യ മുന്നണിക്ക് പ്രതീക്ഷ ബാക്കിയുണ്ട് എന്നുള്ള ആ പോയിന്റ് ശരി. ശ്രീ അനിൽ ബോസ്, പ്രതീക്ഷ വിശ്വാസം എല്ലായ്പ്പോഴും നല്ലതാണ്. അതുകൊണ്ട് ആ ഒരു പോയിന്റിൽ താങ്കൾ പറഞ്ഞു നിർത്തുന്നു.